Yes, yes. Good evening. Good evening, ma'am. Good evening. Good evening. Good evening. So വീണ്ടും നമ്മള് എക്സ്ക്ലൂസീവ് ദീത്തോസ് വിന്നേഴ്സ് മീറ്റുമായിട്ട് വന്നേക്കുവാണ് അല്ലെ? അതെ, ഒരുപാട് സന്തോഷം വിഷുവിന്റെ തലേദിവസം അല്ലെ? ഇത്ര സന്തോഷത്തോടു കൂടെ നിങ്ങളെ ഇങ്ങനെ ഒരുമിച്ച് കാണാൻ പറ്റിയതിൽ ഒത്തിരി ഒത്തിരി സന്തോഷം. ഓക്കെ, യെസ്. എല്ലാവർക്കും തിരക്കുണ്ടാവും അല്ലെ? നാളെ വിഷുവിന്റെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുണ്ട്, ഓടാൻ റെഡി ആയിട്ടിരിക്കുവാണോ? അതെ, കുറെ പേര് ജോയിൻ ചെയ്യുന്നുണ്ട്, അവർ ജോയിൻ ചെയ്യട്ടെ. ഓക്കെ, വി വിൽ സ്റ്റാർട്ട് വിത്ത് രാഹുൽ. യെസ് രാഹുൽ ദേവ്, എന്താ തോന്നുന്നേ? എങ്ങനെയാണ് ഇപ്പത്തെ ഒരു അല്ലെ ഒരു എക്സൈറ്റ്മെന്റ് എങ്ങനെയുണ്ട്? എന്താ പറയാനുള്ളത്? യെസ് രാഹുൽ. എന്താ പറയണ്ടെന്ന് അറിയില്ല. മാഡം, ആക്ച്വലി ഞാൻ ഈ കഴിഞ്ഞ ഒക്ടോബർ വരെ എന്റെ അജണ്ടയിൽ ഇല്ലായിരുന്നൊരു സംഭവമായിരുന്നു OIT എന്ന് പറഞ്ഞ ഫസ്റ്റ് അറ്റംപ്റ്റ് ആയിരുന്നേ. പിന്നെ ആ സമയത്തുകൊണ്ട് ഉണ്ടായിരുന്നു. അതെനിക്ക് അങ്ങനെ ഒരു ചിന്തയില്ലായിരുന്നു. OIT എന്നെ കൊണ്ട് പറ്റില്ല, അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലായിരുന്നു. അപ്പം എന്റെ ബേസിക്കലി എന്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഭയങ്കര മടിയാണ്. ഒരാളെ പിടിച്ചിരുത്താണ്ട് പറ്റത്തില്ല. ഇത്ര പ്രായം എന്നൊക്കെ ആര് പിടിച്ചിരുത്താനാ? നമുക്ക് തന്നെ തോന്നണ്ടേ പറ്റില്ല. അപ്പൊ വൈഫിന്റെ ഒരു സജഷൻ ആയിരുന്നു നീതോസിൽ ചേർന്ന് കഴിഞ്ഞാൽ. കാരണം നിങ്ങളുടെ ഒരു സ്ട്രിക്ട്നെസ് അതില് എനിക്ക് അത് എന്നെ ഹെൽപ്പ് ചെയ്യുമെന്ന് തോന്നി. അങ്ങനെയാണ് പിന്നെ ഞാൻ പറഞ്ഞല്ലോ പ്രോബ്ലംസ് ഉണ്ടായത്. അപ്പം അവരോടൊക്കെ അതിന് കാരണക്കാരായ ആൾക്കാരോടൊക്കെ ഉള്ള വാശി, അതൊക്കെ എനിക്കൊരു ഫ്യൂവലായി. അങ്ങനെ എനിക്ക് തന്നെ എന്റെ റിസൾട്ട് വിശ്വസിക്കാൻ പറ്റില്ല. പിന്നെ എന്റെ റിസൾട്ട് സത്യം പറഞ്ഞാൽ എന്റെ കൊളീഗ്സിന് കുറെ പേർക്ക് പ്രചോദനം. ഇപ്പൊ തന്നെ ഒരു 2-3 പേര് എനിക്ക് എൻക്വയറി നടത്തി നീതോസിന്റെ പാക്കേജിനെ പറ്റിയും കോച്ചിങ്ങിനെ പറ്റിയൊക്കെ എന്ത് ചോദിച്ചു തുടങ്ങി. കാരണം നിനക്ക് കിട്ടി വന്ന പിന്നെ ഞങ്ങൾക്ക് കിട്ടും എന്നൊരു തോന്നല് ഉണ്ടായി. അപ്പൊ ആ ഒരു ലെവലായിരുന്നു എന്റെ ഫുൾ ക്രെഡിറ്റ് കോസ്റ്റ് നീതു പറയാനുള്ളൂ. ഒരുപാട് സന്തോഷം രാഹുലെ, ഒത്തിരി സന്തോഷം അല്ലെ? ഒരാളുടെ ഡ്രീമിൽ പോലും ഇല്ലാതിരുന്ന ഒരു കാര്യം അല്ലെ? അതെ, നമ്മുടെ മൈൻഡിൽ എവിടെയും ഇല്ലാതിരുന്ന ഒരു കാര്യം പെട്ടെന്ന് ലൈഫിൽ ഒരു സിറ്റുവേഷൻ വന്നപ്പോ അത് ആവശ്യമായിട്ട് വന്നു. ഇതാണ് നമ്മുടെ ഒരു സ്ട്രോങ് ഡിസിഷൻ ആണ് അല്ലെ? നമ്മുടെ ഡിറ്റർമിനേഷൻ അത്രയും സ്ട്രെങ്ത് ഉണ്ട് അതിനെങ്കിൽ ഉറപ്പായിട്ടും പാസ്സാവാൻ പറ്റും. ഫസ്റ്റ് ടൈം ആണ് എന്ന് രാഹുൽ പറഞ്ഞു. ഒത്തിരി സന്തോഷം രാഹുൽ, ഒരുപാട് സന്തോഷം അല്ലെ? രാഹുലിനെ പോലെ പഠിച്ചു നിൽക്കുന്ന ഒത്തിരി പേര് വെളിയിലുണ്ട്, അവർക്കുള്ള ഒരു ഇൻസ്പിറേഷൻ ആണ് രാഹുൽ ഇപ്പൊ ഈ പറഞ്ഞ കാര്യം. ഓക്കെ, എങ്ങനെയുണ്ട് സ്കോർ? എങ്ങനെയുണ്ട്? ഏതിനാണ് ഏറ്റവും കൂടുതൽ സ്കോർ? ലിസണിങ്ങിനാണ്. ഓക്കെ, ഗുഡ്. റൈറ്റിംഗ്. ഓക്കെ, 360 ആണ് സ്കോർ. ഒത്തിരി സന്തോഷം. ഫസ്റ്റ് അറ്റംപ്റ്റില് ക്രാക്ക് ചെയ്തു. ഒത്തിരി സന്തോഷം കേട്ടോ. ഓക്കെ, ഗോഡ് ബ്ലെസ് യു. Okay, yes, we will move on with Beulah. Good evening, ma'am. Good evening, Beulah. Good evening. Good evening. ഇന്നത്തെ ഒരു ദിവസം വരാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുവായിരുന്നു. പറയാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്, പക്ഷെ എല്ലാം പറയാൻ പറ്റത്തില്ല. അത്രയും സന്തോഷം. താങ്ക് യു സോ മച്ച് നീതു ഫാമിലി. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല എനിക്ക് ഇതിന് ക്രാക്ക് ചെയ്യാൻ പറ്റുമെന്ന്. ഫസ്റ്റ് ഓഫ് ഓൾ ഐ വോണ്ട് ടു താങ്ക് ഗോഡ്, and secondly to the Neethus family and all my OET trainers. All were very helpful to me. പിന്നെ എപ്പം എന്ത് ഡൗട്ട് ഉണ്ടായാലും അവർ എനിക്ക് പറഞ്ഞു തരുമായിരുന്നു. എന്റെ ബാക്ക്ഗ്രൗണ്ട് തമിഴ് മീഡിയത്തിലിരുന്ന് വന്ന ഒരു ആളാണ്. OET ഒരു കാര്യം എനിക്ക് റീച്ച് ചെയ്യാൻ പറ്റത്തില്ല എന്നാണ് ഞാൻ ഇതുവരെ വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ നീതു ഫാമിലിയിൽ ജോയിൻ ചെയ്ത പിന്നെ അവരുടെ ആ ഒരു ട്രെയിനിങ് എന്നെ ഈ മീറ്റിലെ കൊണ്ട് നിർത്തിയിരിക്കുന്നത്. സോ ഇറ്റ്സ് ഓൾ ബിക്കോസ് ഓഫ് their dedication towards their work and also my hard work, I can say. So I really want to thank each and every trainer, Vinod sir, Sunny sir, Beeta ma'am, I really, Maya ma'am. I was really having tough with writing. They helped me a lot. Finally I could achieve 370 in writing. Oh, great. So thank you so much Neethu ma'am. നിങ്ങളെ എല്ലാ പിള്ളേരെയും ഒരു ഏറ്റവും മൗണ്ടൈനിൽ നിർത്തിയിട്ട് ഇങ്ങനെ വേൾഡ് കാണാൻ നിങ്ങൾ കൊണ്ട് ചേർക്കുന്ന. ഗോഡ് ബ്ലെസ് യു മാം. ഐ എം സോ താങ്ക്ഫുൾ ടു ഈച്ച് ആൻഡ് എവറി വൺ. ഒത്തിരി സന്തോഷം ബിള, ഒരുപാട് സന്തോഷം. ആ പറഞ്ഞ വാക്കുകളിലുണ്ട് അല്ലെ? അതെ, നമ്മൾ ഇടുന്ന എഫേർട്ടും നിങ്ങളുടെ ഒരു കമ്മിറ്റ്മെന്റും ഒക്കെ. ഒരുപാട് സന്തോഷം കേട്ടോ. ഇതിനേക്കാളും വലിയൊരു ഗിഫ്റ്റ് ഒന്നും ഒരു വിഷയമായിട്ട് കിട്ടാനില്ല കേട്ടോ. ഐ എം ഇമ്മൻസ്ലി ബ്ലെസ്ഡ്. ഒത്തിരി സന്തോഷം, ഒത്തിരി സന്തോഷം. യെസ്, നീന ജൂലിയറ്റ്. Ma'am, thank you so much to the entire team. പിന്നെ ഞാനാണെങ്കിൽ 3rd ടൈമാണ് എഴുതുന്നത്. അപ്പൊ എനിക്ക് റീഡിങ്ങിനായിരുന്നു ഒരു കോൺഫിഡൻസും ഇല്ലായിരുന്നു.
അപ്പോ ആക്ച്വലി നീതൂസ് അക്കാഡമിയിൽ ജോയിൻ ചെയ്ത ശേഷം ഒരു കോൺഫിഡൻസ് വന്നു, എനിക്കത് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു കോൺഫിഡൻസ് കിട്ടി. റീഡിങ് 2 ടൈംസ് എഴുതിയിട്ട് എ പാർട്ട് ഒന്നും എനിക്ക് കിട്ടുന്നില്ലായിരുന്നു. 2 തവണയും 290 ആയിരുന്നു സ്കോർ ഒക്കെ വന്നത്. ഇവിടെ ജോയിൻ ചെയ്ത ശേഷം ഒരു കോൺഫിഡൻസ് കിട്ടി. വന്ദന മാം നല്ലപോലെ എല്ലാം പറഞ്ഞു തന്നു. പിന്നെ ഇത് എനിക്ക് തോന്നുന്ന ഒരു ലക്കി സെന്റർ ആയിട്ട് തോന്നുകയാണ്. ഇവിടെ ജോയിൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് വിന്നേഴ്സ് മീറ്റിന്റെ ഫോട്ടോസ് ഒക്കെ കാണുമ്പോൾ നമുക്കും അങ്ങനെ ഒരു ഫോട്ടോയിൽ ഇരിക്കണം എന്നുള്ള ഒരു മൈൻഡിൽ അങ്ങനെ വരുവാ. നമുക്ക് കിട്ടണം, പ്രാർത്ഥിക്കുന്ന സമയത്തും ഈ ആളുകളുടെ ഫോട്ടോസ് ഇങ്ങനെ ഇട്ടേക്കുന്നതാണ് ഉള്ളിൽ വരുന്നത്. ദൈവം തന്ന ബ്ലെസ്സിങ് ആണ്. ജോയിൻ ചെയ്യാൻ തോന്നിയത് നീതൂസിൽ എന്റെ ഫ്രണ്ട് ദീപ മെൽവിൻ പറഞ്ഞിട്ടാണ് ഞാൻ അവിടെ ജോയിൻ ചെയ്തത്. ഇവിടെ ഷാർജയിൽ തന്നെയുള്ള എന്റെ ഫ്രണ്ടാണ്. അപ്പൊ ഞാൻ തനിയെ പഠിക്കുമായിരുന്നു ആക്ച്വലി. അപ്പൊ എന്നോട് പറഞ്ഞു നീ അവിടെ ജോയിൻ ചെയ്യുന്ന പറഞ്ഞ് നിർബന്ധിച്ച് ഞാൻ എക്സാമിന് 2 വീക്സ് മുന്നേ അവിടെ ജോയിൻ ചെയ്യുമായിരുന്നു. ഒരു ലക്കി ആയിട്ടുള്ള ഒരു സെന്റർ ആണ്. അവിടെ ജോയിൻ ചെയ്തത് കൊണ്ട് മാത്രം ആ ഒരു ഭാഗ്യം തുണച്ചതുപോലെ എനിക്ക് ആ 350 കറക്റ്റ് കിട്ടി റീഡിങ്ങിന്. പിന്നെ ബാക്കിയെല്ലാം 370, 360, 370 അങ്ങനെയുണ്ട് റൈറ്റിങ്ങും സ്പീക്കിങ്ങും എല്ലാം. മാം ഒത്തിരി താങ്ക് യു. മാമിന്റെ എല്ലാ വീഡിയോസും കാണും, ക്ലാസ് കാണും. മാം ചിരിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്ന കാണുമ്പോഴേ ഒരു കോൺഫിഡൻസ് ആണ്. എല്ലാരും ഇപ്പൊ എന്നോട് ചോദിക്കുന്നുണ്ട്, എല്ലാവർക്കും ഞാൻ റെഫർ ചെയ്യുന്നുണ്ട്. മാം താങ്ക് യു സോ മച്ച്. ഒരുപാട് സന്തോഷം സോണി, ഒത്തിരി സന്തോഷം. ഗോഡ് ബ്ലെസ് യു. ഒത്തിരി സന്തോഷം. മാമിനെ അനുഗ്രഹിക്കട്ടെ, എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ. എപ്പോഴും എല്ലാ പ്രേയറിലും എപ്പോഴും ഓർക്കുന്നുണ്ട് മാം. താങ്ക് യു. താങ്ക് യു സോ മച്ച്. ഇതൊക്കെയാണ് ശരിക്കുള്ള ഒരു എൻകറേജ്മെന്റ് അല്ലേ? അതെ, തീർച്ചയായിട്ടും മുന്നോട്ട് ഓടാനുള്ള ഒരു ഈ എന്താ പറയുക, രാഹുൽ പറഞ്ഞ ഒരു ഫ്യൂവൽ ഇതാണ്. യെസ്, താങ്ക് യു സോ മച്ച്. വളരെ കുറച്ച് സമയത്തോട്ട് നമ്മുടെ ഫാമിലിയിൽ വന്ന ഒരാളാണ് അല്ലേ? അതെ, ഒത്തിരി സന്തോഷം, ഒരുപാട് സന്തോഷം. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഗോഡ് ബ്ലെസ് യു. We will come back with Nina Juliet Vinay. Yes. എനിക്ക് എങ്ങനെയാ എന്റെ സന്തോഷം പറഞ്ഞറിയിക്കേണ്ടെന്ന് പോലും അറിയത്തില്ല. ആക്ച്വലി ഞാൻ ഫെബ്രുവരിയിൽ എഴുതിയ എക്സാം ആണിത്. എനിക്ക് ഓൾറെഡി ഒരു സ്ട്രെസ് പീരീഡ് കൂടെ ഞാൻ കടന്നു പോയിരിക്കുക. കാരണം വെച്ചാൽ റിസൾട്ട് ഒക്കെ ഹോൾഡ് ആയിട്ട് ഞാൻ വളരെ സ്ട്രെസ് ആയിരുന്നു. ആ സമയത്തും എന്റെ അവിടുത്തെ കോർഡിനേറ്റർ അശ്വതി മാം ഒരുപാട് സപ്പോർട്ട് ചെയ്തു. ഇപ്പൊ എക്സാമിന് വേണ്ടി അവിടെ പഠിക്കണ സമയത്ത് മാത്രമല്ല, അത് കഴിഞ്ഞും അവരെന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തായിരുന്നു. ഇപ്പൊ നീതൂസ് അക്കാദമിയിലെ ഫുൾ ടീം അവര് ഭയങ്കര, മാമിന്റെ ഒരു അവിടുത്തെ ടീമിനെ ഞാൻ ശരിക്കും അപ്രീഷിയേറ്റ് ചെയ്യാം മാം. അവര് കാണിക്കണ ഒരു എഫേർട്ട്, അവരുടെ ഒക്കെ ഒരു എഫേർട്ട് കൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഒന്ന് അച്ചീവ് ചെയ്യാൻ. ഞാൻ ഇവിടെ ഇരിക്കാൻ പോലും എനിക്ക് ഒരു ഇതുണ്ടായിരുന്നില്ല. ഞാൻ ജസ്റ്റ് ഇതെന്റെ സെക്കൻഡ് അറ്റംപ്റ്റാ. അപ്പൊ ഒരു ക്ലബിംഗ് സ്കോറെങ്കിലും എനിക്ക് കിട്ടിയാൽ മതി എന്ന് പറഞ്ഞ് ഇരുന്ന ഞാന് ഇപ്പൊ ഫുൾ ബി കിട്ടി ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് നീതൂസിലത്തെ എല്ലാവരുടെയും എഫേർട്ട് കൊണ്ട് മാത്രമാണ്. നീതു മാമിനോട് ഒരുപാട് നന്ദിയുണ്ട്. ഈ ഒരു റിസൾട്ട് തന്ന ദൈവത്തിനോട് ഒരുപാട് നന്ദിയുണ്ട്. ഇപ്പൊ എന്നോട് ചോദിക്കുന്ന എല്ലാവരോടും ഞാൻ നീതൂസ് അക്കാദമി ജോയിൻ ചെയ്യാൻ പറയുന്നുണ്ട്. കാരണം അവിടെ പഠിക്കുമ്പോൾ അവർക്ക് ആ ഒരു കോൺഫിഡൻസ് കിട്ടും. ആ എക്സാം ഒന്ന് അറ്റൻഡ് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് കിട്ടുന്ന എനിക്ക് ഉറപ്പാണ്. ഞാൻ ഇവിടെ ഇരിക്കുന്നെങ്കിൽ ഇതുപോലെ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവർക്കും ഇങ്ങനെ വിന്നേഴ്സ് മീറ്റിലൊക്കെ വന്നിരിക്കാൻ പറ്റുന്ന എനിക്ക് ഉറപ്പുണ്ട്. നീന, ഒത്തിരി സന്തോഷം. എക്സാം ക്രാഷിൽ ജോയിൻ ചെയ്ത ഒരാളാണ് അല്ലെ? അതെ, വളരെ കുറച്ച് നാള് കൊണ്ട് ഇത്രമാത്രം ഈ ഫാമിലിനെ അടുത്തറിഞ്ഞ ഒരാളാണ്. ഒരുപാട് സന്തോഷം നീനയുടെ ഓരോ വാക്കുകളും മുന്നോട്ടുള്ള ഒരു എന്താ പറയണ്ടേ, ഒരു എനർജിയാണ് കേട്ടോ. ഒത്തിരി സന്തോഷം. ഗോഡ് ബ്ലെസ് യു. യെസ്, വിജിമോൾ ചെറിയാൻ. യെസ് മാം, വളരെ സന്തോഷമുണ്ട്. കാരണം ഞാൻ പരീക്ഷ എഴുതി ഞാൻ ഇനിയും ഹസ്ബൻഡ് പറഞ്ഞു വേണ്ടാന്ന്, ഇനി അതുപോലെ ആയി. എന്നിട്ട് റിസൾട്ട് വന്നപ്പോൾ വളരെ സന്തോഷം. കാരണം അതുപോലെ ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്തിട്ടൊന്നും കിട്ടുന്നില്ല. എനിക്ക് നീതൂസി കയറി കൊണ്ടാണ് ഇത്രയും റിസൾട്ട് കിട്ടിയത്, നല്ല ഒരു റിസൾട്ട് കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഞാൻ ലാസ്റ്റ് ടൈം എക്സാം എഴുതിയപ്പം റീഡിങ്ങിന് 240 ആയിരുന്നു. അതിൽ നിന്നും 360ലേക്ക് വന്നത് നിങ്ങളുടെ, അതായത് നീതൂസിന്റെ, നമ്മുടെ ഫാമിലിയുടെ ഒരു ഹെൽപ്പ് കൊണ്ട് തന്നെയാണ്. ഒത്തിരി സന്തോഷം, ഒരുപാട് സന്തോഷം. കാരണം മാമിന്റെ ഒരു എനർജി ഉണ്ടല്ലോ, അത് ഞങ്ങൾക്ക് എപ്പോഴും കൂടെ ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ വിശ്വസിക്കുക. കാരണം അത്രയ്ക്ക് ഞാൻ ഈ എക്സാമിന് വേണ്ടി ഒത്തിരി, എന്റെ ഫ്രണ്ട്സ് എല്ലാം പറയും നീ ഇത്ര കഷ്ടപ്പെട്ടിട്ട് എന്താ നിനക്ക് കിട്ടാത്തെ. പിന്നെ എന്നോട് എന്റെ ഒരു കൂട്ടുകാരി പറഞ്ഞു, നീ എല്ലാരും കൂടെ പറയുന്നുണ്ട് നീതൂസി കയറിയ കിട്ടും, നീ എന്തുകൊണ്ടാണ് ചേരാത്തത്. അങ്ങനെ ലാസ്റ്റ് പറഞ്ഞപ്പോ ഞാനെന്നാ ഓർത്ത്, എന്നാ ശരി. കാരണം നമുക്ക് എല്ലാരും ഇങ്ങനെ പറയുന്ന കേട്ടിട്ടുണ്ട്. പേടിച്ചു നിൽക്കുമായിരുന്നു ഞാൻ. എനിവേ ലാസ്റ്റ് ധൈര്യം സംഭരിച്ചു ചേർന്നു. അത് ഫലമായെന്ന് പറയാം. ഓക്കെ മാതി, ഇത്രേ ഉള്ളൂ. ഞാൻ ഇതിൽ കൂടുതൽ പറയാനൊന്നുമില്ല. അത്രയ്ക്ക് സന്തോഷമുണ്ട്. താങ്ക് യു എല്ലാത്തിനും. കാരണം മാമിന്റെ എനർജി ആയിരിക്കും ഞങ്ങൾക്കൊക്കെ പകരുന്നത്. അതാണ് എനിക്ക് തോന്നുന്നത്.
ഒരുപാട് സന്തോഷം വിജയ്, ഒത്തിരി സന്തോഷം. ഗോഡ് ഓക്കെ മാം, ബ്ലെസ് യു, താങ്ക് ഗോഡ് യു മാം, ബ്ലെസ് യു. താങ്ക് യു സോ മച്ച് മാം. യെസ്, അപ്പോ ഒത്തിരി കാര്യങ്ങൾ വിജയ് പറഞ്ഞു അല്ലെ. അതെ, ഒരുപാട് അതെ പ്രാവശ്യം എഴുതി അല്ലെ. ആ ഒരു അതെ, ഫ്രസ്ട്രേഷനിൽ നിന്ന് അതിന്റെ ഒരു റിയൽ സ്വീറ്റ്നെസ് നമുക്ക് മനസ്സിലാവും. നമ്മൾ ഒത്തിരി യെസ് പ്രാവശ്യം പരാജയപ്പെട്ടിട്ട് നമ്മൾ അത് കിട്ടുമ്പോ അല്ലെ, ഓ എന്തൊരു അതെ യെസ്, അതാണ് ആ അതെ ഒരു അതെ, യെസ് മാം, ശരിക്കും. ഫൈനലി യു ക്രാക്ക്ഡ് ഇറ്റ്. ഇറ്റ് ഇസ് എ ബ്ലെസ്സിങ്. അപ്പാർട്ട് Okay, ഫ്രം ദാറ്റ് ഇറ്റ് ഇസ് യുവർ ഹാർഡ് വർക്ക് അല്ലെ. യുവർ പെയിൻ വിൽ ബി റിവാർഡഡ് എന്നത് ഒരിക്കലും അത് വെറുതെ ആവില്ല. നമ്മൾ എന്തെല്ലാം പ്രോസസ്സിംഗിൽ കൂടെ പോയാലും ഡെഫിനറ്റ്ലി യു വിൽ ഗെറ്റ് ഓൺ ടൈം. ഗോഡ് ബ്ലെസ് യു കേട്ടോ വിജയ്, ഒത്തിരി സന്തോഷം. ഓക്കെ മാം, താങ്ക് യു മാം, താങ്ക് യു ഒരുപാട് മാം. സന്തോഷം. യെസ് ഡിംപിൾ, എന്താ ഡിംപിൾ പറയണ്ടേന്ന് എനിക്കറിയത്തില്ല. ഒത്തിരി സന്തോഷമുണ്ട്. കാരണം ഇതെന്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ്. ഞാൻ ഫസ്റ്റ് റിസൾട്ട് അറ്റംപ്റ്റ് നോക്കിയിട്ട് ആണ്. എനിക്ക് തന്നെ ഭയങ്കര അത്ഭുതം തോന്നി. പിന്നെ എനിക്ക് തന്നെ 4 മൊഡ്യൂളിനെ പറ്റി യാതൊരു ഐഡിയ ഇല്ലാതെ റിസൈൻ വെച്ച് ഞാൻ ഇവിടെ വന്ന് 3 മാസം ഇതിനു വേണ്ടി ഇട്ടു. അതിന്റെ പ്രതിഫലം എനിക്ക് കിട്ടി. കൂടാതെ ദൈവത്തിന്റെയും പ്രത്യേക ഒരു അനുഗ്രഹമുണ്ട്. മാമിന്റെ ടീം അടിപൊളിയാണ്. എനിക്ക് റീഡിംഗ് ഒക്കെ എനിക്ക് ഭയങ്കര ടഫ്. റീഡിംഗ് ഒന്നും വായിക്കാൻ പോലും എനിക്ക് ഇഷ്ടമില്ലാത്തതാണ്. പക്ഷെ വിനോദ് സാറിന്റെ ക്ലാസ്സിൽ കയറിയിട്ട് ഞാൻ ഇങ്ങനെ വേർത്ത് ഒഴുകുമായിരുന്നു. എനിക്ക് അത്രയ്ക്ക് പേടിയായിരുന്നു വിനോദ് സാറിന്റെ ക്ലാസ്സിൽ കയറാന്. പക്ഷെ റീഡിംഗ് ഇഷ്ടമില്ലാത്ത ഞാന് അത് വായിച്ച് എനിക്ക് ചെയ്യാൻ പറ്റി. 13 മിനിറ്റ്, അത് 10 മിനിറ്റിൽ അങ്ങനെയൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റി. അത് ഭയങ്കര ഒരു ബ്ലെസ്സിങ് ആണ്. അതുപോലെ സ്പീക്കിംഗ് ഒക്കെ ആയാലും ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് എല്ലാരും പറയുമായിരുന്നു പെട്ടെന്ന് ആളുടെ മുന്നിൽ ചെല്ലുമ്പോൾ നമുക്ക് സ്പീക്ക് ചെയ്യാൻ പറ്റത്തില്ലെന്ന്. പക്ഷെ സ്പീക്കിങ്ങിനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ 410 എനിക്ക് മാർക്ക് കിട്ടി. യെസ്, മേഡത്തിന്റെ വാക്ക് ഞാൻ ശരിക്കും ഓർത്തു. ഭയങ്കര ഭയങ്കര സന്തോഷമായി മാം. ഞാൻ റിസൾട്ട് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചത് എന്റെ തന്നെ റിസൾട്ട് ആണോ, ഇത് എന്റെ ആണോ. ഞാൻ പെട്ടെന്ന് ആദ്യം സ്പീക്കിങ്ങിന്റെ മാർക്കാണല്ലോ 410, ഇനി അപ്പൊ ഇത് എന്റെ അല്ലേ. എന്നിട്ട് ഞാൻ വീണ്ടും രണ്ടാമത് നോക്കി. എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് മാഡം. എനിക്ക് എന്താ പറയണ്ടെന്ന് അറിയത്തില്ല. എന്നോട് കുറെ പേര് ചോദിച്ചു നീ എവിടുന്നാ പഠിച്ചത്, കാരണം ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റ് ആണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ട് നീഡൂസ് അക്കാദമിയാണ്. ഭയങ്കര ഭയങ്കര സന്തോഷമുണ്ട് മാഡം. ഭയങ്കര എക്സൈറ്റഡ് ആണ് അല്ലെ. അത് ഫസ്റ്റ് അറ്റംപ്റ്റില് 410 ഒക്കെ മേടിച്ചല്ലേ, അടിപൊളി അല്ലെ. യെസ്, ഒത്തിരി സന്തോഷം ഡിംപിളെ, ഒത്തിരി ഒത്തിരി സന്തോഷം അല്ലെ. ഒത്തിരി ഒരു എന്താ പറയണ്ടേ, ഭയങ്കര ഒരു എനർജിയാണ് ആ പറച്ചിലുണ്ട്. അത് എത്ര എക്സൈറ്റഡ് ആണ് ആൾ ഇപ്പോഴും ഒരു റിയാലിറ്റിയിലോട്ട് വന്നിട്ട്. പറഞ്ഞാലും തീരത്തില്ല. യെസ് ഡിംപിൾ, ഒത്തിരി സന്തോഷം കേട്ടോ. യെസ്, അപ്പൊ ഫസ്റ്റ് ടൈം 410 ഒക്കെ മേടിച്ച് അടിപൊളിയായിട്ട് ഇരിക്കുകയാണ്. ഒത്തിരി ഒത്തിരി സന്തോഷം. ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ ഗിവ് മീ എ ഫുൾ ബി സ്കോർ കാർഡ് അല്ലേ. യെസ്, പ്ലസ് 1 സ്കോർ എബവ് 400 കറക്റ്റ് ആയിട്ട് അതേപോലെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നിട്ടിരിക്കുക. ഒത്തിരി സന്തോഷം ഡിംപിൾ. ഓക്കെ, വിൽ മൂവ് ഓൺ വിത്ത് ആതിര. ആതിര പ്രകാശ്. യെസ് ആതിര. ഒരുപാട് സന്തോഷം മാം. റീഡിങ് എനിക്ക് നല്ല ടഫായിരുന്നു. പക്ഷെ എനിക്ക് റീഡിങ്ങില് നല്ല സ്കോർ 400 എബോ സ്കോർ ചെയ്യാൻ പറ്റി. 410 ആണോ? യെസ്, 410 അതെ. യെസ് മാം. അതൊരുപാട് സന്തോഷം. പിന്നെ ലാസ്റ്റ് ടൈം ആയപ്പോൾ മാം പറഞ്ഞ പോലെ ഒരു 5 മെറ്റീരിയൽസ് ഒക്കെ ഞാൻ ഡെയിലി ചെയ്യാൻ തുടങ്ങിയായിരുന്നു. ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തു റീഡിങ്ങിന് എസ്പെഷ്യലി. പിന്നെ ടീം പറയാതിരിക്കാൻ പറ്റില്ല മാം. മാമിന്റെ എല്ലാ ടീമും ഭയങ്കര നല്ലതാണ്. എസ്പെഷ്യലി എനിക്ക് പറയാൻ വന്ദന മാം, വിനോദ് സാർ, എല്ലാവരും. പിന്നെ ആരോടും റെക്കമെൻഡ് ചെയ്യാൻ തോന്നുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെയാണ് റിയലി. ഞാൻ ഓൾറെഡി റെക്കമെൻഡ് ചെയ്ത് കഴിഞ്ഞു. ഒരുപാട് സന്തോഷം മാം. സോ ഹാപ്പി. ഒത്തിരി സന്തോഷം ആതിര. ഒരുപാട് പേരെ ഇൻസ്പയർ ചെയ്യാൻ വയ്യാഞ്ഞിട്ട് കൂടെ വന്നേക്കുവാണ്. ഒത്തിരി സന്തോഷം. നിങ്ങളെ ഇങ്ങനെ നിറഞ്ഞ ചിരിയോടുകൂടെ വിന്നേഴ്സ് മീറ്റ് കാണുന്നതാണ് ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയണത്. വിഷുവായിട്ട് ഇതിനേക്കാൾ നല്ല ഒരു തുടക്കം നീതൂസിന് കിട്ടാനില്ല. എത്ര എനർജറ്റിക് ആയിട്ടാണ് എല്ലാരും ഇരിക്കുന്നതെന്ന് നോക്കിയേ. എത്ര ഹാപ്പി ആയിട്ടുള്ള ഫേസസ് ആ എന്റെ ഫ്രണ്ടിൽ ഇരിക്കുന്നതെന്ന് നോക്കിയേ അല്ലെ. നമ്മൾ പറയത്തില്ലേ നമ്മുടെ ഹാർട്ട് ഇങ്ങനെ പോർ ചെയ്യാന്ന് പറയില്ലേ, ആ ഒരു എക്സൈറ്റ്മെന്റിലാണ് ഞാൻ ഇരിക്കുന്നത്. എനിക്കിത് വളരെ ക്ലിയർ ആയിട്ട് എനിക്കിത് സെൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒരുപാട് സന്തോഷം ആതിര. ഗോഡ് ബ്ലെസ് യു. ഓക്കെ, യെസ് യെസ് നിത്യ. നിത്യ വർഗീസ്. ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു വെരി മച്ച് മാം. ദിസ് വാസ് മൈ സെക്കൻഡ് അറ്റംപ്റ്റ്. ഞാൻ ഫസ്റ്റ് വേറൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഓൺലൈനിൽ പഠിച്ചതായിരുന്നു. കാരണം എന്നാന്ന് ചോദിച്ചാൽ ഞാൻ ആ പഴയ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർന്നു. ഞാൻ ഫീസൊക്കെ അടച്ചു. ഫീസൊക്കെ അടച്ചു കഴിഞ്ഞിട്ട് ഞാൻ വെയിറ്റ് ചെയ്യുക. അവര് എന്താ ഇതിന്റെ ഫർദർ എനിക്കറിയില്ല. ഞാൻ അന്ന് പ്രാവശ്യം ഫസ്റ്റ് അറ്റംപ്റ്റ് ആയിരുന്നു. അപ്പം ഒരു പ്രോഗ്രസ്സും ഇല്ലാതെ വന്നപ്പോൾ ഞാൻ അവർക്ക് മെസ്സേജ് അയച്ചു ചോദിച്ചു എങ്ങനെ ആ ക്ലാസ്സിന്റെ കാര്യങ്ങൾ എങ്ങനെയാ. അപ്പം അവരെന്നോട് പറഞ്ഞു റീഡിങ്ങും ലിസണിങ് മെറ്റീരിയൽ തന്നെ ചെയ്യുക. എനിക്ക് ആരും പറഞ്ഞു തന്നില്ല എങ്ങനെയാ. ഞാൻ ഒരു റീഡിങ്ങും ലിസണിങ് എനിക്ക് ഒരു ഐഡിയ ഇല്ല. അവർ പറഞ്ഞു തന്നെ ചെയ്യുക, തന്നെ ചെയ്തിട്ട് എബവ് 30 സ്കോർ ആകുമ്പോൾ അവർക്ക് മെസ്സേജ് അയക്കുക. അപ്പം റൈറ്റിങ്ങും സ്പീക്കിങ്ങും തുടങ്ങാമെന്ന് പറഞ്ഞു. അപ്പം നമ്മളിപ്പം ഒരാൾ നമ്മളോട് തന്നെ ചെയ്യാൻ പറയുക, അപ്പം നമ്മൾ ലീനിയന്റ് ആവും. ഓക്കെ ഇന്ന് വേണ്ട നാളെ ആട്ടെ, ഇന്ന് വേണ്ട. ഇതിങ്ങനെ തള്ളി തള്ളി പോയിക്കൊണ്ടിരുന്നു. ഞാൻ ഉള്ളത് പറഞ്ഞാൽ ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റ് ചെയ്തപ്പം
ആകെ ചെയ്ത ലിസണിങ് മെറ്റീരിയൽ 2 മെറ്റീരിയൽ ആയിരുന്നു ഞാൻ ചെയ്തത്. റൈറ്റിംഗ് പിന്നെ അവർ റൈറ്റിംഗ് ക്ലാസ് തുടങ്ങിയാലും നീതൂസിലെ പോലെ സ്ട്രിക്റ്റ് അല്ല. കാരണം ഇന്ന് ഈ ഒരു മെറ്റീരിയൽ എഴുതണം എന്ന് പറഞ്ഞാൽ അത് എഴുതിയിരിക്കണം മസ്റ്റ് ഇല്ല. അപ്പം അവര് മനസ്സിലായി. ഒരു വെക്കും, ട്യൂട്ടർ വിളിക്കും, നമ്മൾ പറയും ഇന്ന് എനിക്ക് സമയമില്ല നാളെ ആട്ടെ. അപ്പൊ അത് അങ്ങനെ ഇങ്ങനെ മുന്നോട്ട് പോയി. അപ്പൊ എനിക്ക് ഫസ്റ്റ് മനസ്സിലായി. അറ്റംപ്റ്റിൽ എനിക്ക് റൈറ്റിംഗ് ആയിരുന്നു പോയത്. റൈറ്റിംഗിന് എനിക്ക് C ആയി പോയായിരുന്നു സ്കോർ. പക്ഷെ ഓക്കെ, ഇപ്പൊ ഞാൻ പഠിച്ച് എനിക്ക് റൈറ്റിംഗിൽ 390 കിട്ടി എനിക്ക്. വെരി ഗുഡ്. അങ്ങനെ ഒത്തിരി ഈവൻ ഈച്ച് ട്യൂട്ടേഴ്സ് എന്തുവാ പറയണ്ടേ, ഫ്രം ദ day 1 to till the examination batch was very good and very supportive. പിന്നെ എന്തുവാ പറയണ്ടേ, എല്ലാവരോടും ദൈവത്തിന് നന്ദി. മാമിന് ഒത്തിരി താങ്ക് യു. ഞാൻ ആക്ച്വലി ജോയിൻ ചെയ്തത് എന്റെ കൂടെ തന്നെ വർക്ക് ചെയ്യുന്ന ഒരാളവിടെ പഠിച്ച്, പുള്ളിക്കാരി ഇപ്പൊ അയർലൻഡിൽ ഈ മാസം April 2 പോയി അവിടെ ജോയിൻ ചെയ്തത്. താങ്ക് യു എവ്രി വൺ, ഈച്ച് വൺ ഹൂ ടോട്ട് മീ എവറിഥിങ്, and above all the almighty God. Thank you very much. താങ്ക് യു നിത്യ. ഒത്തിരി സന്തോഷം. ഒരുപാട് കാര്യങ്ങൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നിത്യ പറഞ്ഞു. ഒത്തിരി സന്തോഷം നിത്യ. ഗോഡ് ബ്ലെസ് യു. We will move on with ജീന. ജീന ഒന്ന് കൈ പൊക്കിയായിരുന്നു, ഡ്യൂട്ടിയിലാണ് തോന്നുന്നു. ജീന പോൾ. യെസ് ജീന. യെസ് മാം, ഡ്യൂട്ടിയിലാണ്. യെസ് ജീന മാം, പറഞ്ഞു. എന്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ്. ഫസ്റ്റ് ഞാൻ അറ്റംപ്റ്റ് അതെ നീതൂസിൽ ജോയിൻ ചെയ്തു. ഓക്കെ. 3.5 മാസത്തെ കോഴ്സിന് ശേഷം എക്സാം എഴുതി. ഒരുപാട് സന്തോഷം എല്ലാവരോടും, എല്ലാ ട്യൂട്ടേഴ്സിനോടും. എസ്പെഷ്യലി എനിക്ക് സ്പീക്കിംഗ് ആയിരുന്നു ഏറ്റവും ബുദ്ധിമുട്ടുള്ള മൊഡ്യൂള്. അപ്പോ എനിക്ക് സ്പെഷ്യലി അവരുടെ പേരുകൾ എനിക്ക് പറയണം. ഷെമി വർഗീസ്, ജുഡിത് മാം, ആര്യ മാം, പിന്നെ എക്സാം ബാച്ചിലെ തെരേസ മാം, എല്ലാവരോടും സ്പെഷ്യൽ താങ്ക്സ്. ബാക്കി എല്ലാവരും നല്ലതായിരുന്നു. പക്ഷെ എനിക്ക് സ്പീക്കിംഗ് ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഞാൻ എസ്പെഷ്യലി അവരുടെ പേരുകൾ എടുത്തു പറയുന്നത്. പിന്നെ ജേർണിയെ കുറിച്ച് പറയുകയാണെങ്കിൽ നീതൂസ് വളരെ സ്ട്രിക്റ്റ് ആണ്. വളരെ സ്ട്രിക്റ്റ് ആണെന്ന് കരുതി അതൊരു സ്ട്രിക്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയില്ല. സത്യത്തിൽ ആ ക്ലാസ്സുകളെല്ലാം കഴിഞ്ഞപ്പോ ഇപ്പം ശരിക്കും ആ ക്ലാസ്സുകൾ മിസ് ചെയ്യാണ്. അങ്ങനെ സ്ട്രിക്റ്റ് ആണെങ്കിൽ കൂടി അത് നമ്മൾ എൻജോയ് ചെയ്യുന്ന ഒരു സ്ട്രിക്ട്നെസ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ പറയാനുള്ളത്, പലപ്പോഴും കോഴ്സൊക്കെ സ്കിപ്പ് ചെയ്യണമെന്ന് തോന്നിയിട്ടുണ്ട്. കാരണം ഫസ്റ്റ് ടൈം വരുന്നു, പല മൊഡ്യൂളുകളിലും മാർക്കുകളൊന്നും കിട്ടുന്നില്ല. ഞാൻ സ്കിപ്പ് ചെയ്യണമെന്ന് വിചാരിക്കുമ്പോൾ പിറ്റേ ദിവസം എന്തെങ്കിലും ഒരു മോട്ടിവേഷനുമായിട്ട് ആരെങ്കിലും ഒക്കെ മുമ്പിലെത്തും. അങ്ങനെയാണ് ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് ഏതായാലും ഒന്ന് എഴുതി നോക്കാം. ദൈവത്തിന് 1000 നന്ദി, മാമിനും 1000 നന്ദി, നീതിക്കെല്ലാം 1000 നന്ദി. ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ഞാൻ വളരെ ഹാപ്പിയാണ് മാം. ഒത്തിരി സന്തോഷം ജീന. ഒരുപാട് സന്തോഷം. ഗോഡ് ബ്ലെസ് യു. ഐ വിൽ കം ബാക്ക് വിത്ത് അജിത. യെസ് ജെന്നിഫർ. First of all, I would like to thank personally to you because this is my 4th attempt. Actually, I came to after finishing my 3rd attempt, I got very upset. I'm from Tamil Nadu. Okay. So I got more frustrated with that my exam results because in my 3rd attempt I got 2 B, 1 C, 1 C plus. In writing I got 400. But in another 2 modules, listening, reading, rest of the modules, I got 1 C, 1 C plus. So actually I came to Ernakulam February month. So I came to directly Neethu's office. In their Kuku sir is there. So he personally talked with me. And then I didn't decide to study in Neethu. After that I come to home. Then I plan to study in Neethu, then I'll pay for the crash course, and then now I got overall B. So I'm very happy. താങ്ക് യു ജെന്നിഫർ. താങ്ക് യു. എനിവേ ഇവിടെ വന്ന് അല്ലെ നേരിട്ട് കണ്ട് അഡ്മിഷൻ എടുത്ത ഒരാളാണ്. ഒരുപാട് സന്തോഷം ജെന്നിഫർ. Thank you so much. Thank you so much. Yes, thank you. God bless you. Okay, ഞാൻ ജിൽന വിളിക്കാട്ടോ. Okay, yes. Unmute അജിത. Really, I'm so happy today. This is my 3rd attempt. Actually, I joined in Neethu's Academy June batch last year. But first time I got the reading, listening, speaking is factor. എനിക്ക് 340 ആണ്. ഭയങ്കര വിഷമമായിരുന്നു. പിന്നെ റൈറ്റിംഗ് 330 ആയിരുന്നു. ബട്ട് അൺഎക്സ്പെക്ടഡ് റിസൾട്ട്. ബട്ട് അത്ര ഹാർഡ് വർക്ക് ചെയ്ത് എനിക്ക് കിട്ടിയതെന്ന് പറഞ്ഞിട്ട് ഭയങ്കര വിഷമമായിരുന്നു. എനിവേ എക്സാം എഴുതി ഇന്നലെ നമ്മളുടെ ഡ്യൂട്ടി ആയിരുന്നപ്പോ റിസൾട്ട് വന്നെന്ന് പറഞ്ഞിട്ട് വാട്സാപ്പിലൊക്കെ മെസ്സേജ് കണ്ടായിരുന്നു. അപ്പൊ എനിക്ക് ഓപ്പൺ ചെയ്ത് നോക്കാൻ പോലെ ഐ ഫീൽ വെരി ഫിയർ. എനിക്ക് നിങ്ങളുടെ റിസൾട്ട് ഉണ്ടാവും പറഞ്ഞിട്ട് അങ്ങനെ നിന്ന് സ്റ്റക്കായി. ശരി, ഓക്കെ, എന്തായാലും
ഞാൻ നോക്കാൻ വന്നിട്ട് റിസൾട്ട് നോക്കിയിട്ട് ഐ റിയലി സോ ഹാപ്പി. 2 പ്രാവശ്യം സ്പീക്കിംഗില് എനിക്ക് സ്ട്രൈക്കായി. ഈ പ്രാവശ്യം എനിക്ക് 420 കിട്ടി. ഐ For ഡിഡ്ന്റ് എക്സ്പെക്ട്. ഐ റിയലി 20. സോ ഹാപ്പി. For 20 I'm in really, speaking. Really great. I'm really so happy and so thankful to all the teams from Needus Academy. Really, I'm so happy and thank you all once more. താങ്ക് യു അജിത. ഒത്തിരി സന്തോഷം അജിത, ഒത്തിരി സന്തോഷം അല്ലെ. നമുക്കൊരു 1-2 പ്രാവശ്യം കിട്ടാതെ ഇനി എഴുതുന്നില്ല എന്ന് തീരുമാനിച്ചിരിക്കുന്ന ഒത്തിരി പേരുണ്ട്. അവർക്കുള്ള മെസ്സേജ് അജിത ഇപ്പൊ പറഞ്ഞേ. യെസ്, ഇറ്റ് ഈസ് പോസിബിൾ അല്ലെ. അതെ, പെർസീവറൻസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ്. ഓക്കെ, സോ വി വിൽ മൂവ് ഓൺ വിത്ത് ജിൽന. യെസ് ജിൽന. എന്റെ ലിസ്റ്റിലേ ഉണ്ടായിരുന്ന കാര്യമല്ല OET എന്ന് പറയുന്നത്. ഞാൻ ഫസ്റ്റ് ടൈമാണ് എഴുതുന്നത്. ശരിക്കും ക്ലാസ് ഫീസ് അടയ്ക്കേണ്ട കഴിഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഫീസ് അടയ്ക്കുന്നത് പോലും. അത് കഴിഞ്ഞ് ക്ലാസ്സിന് വെയിറ്റ് ചെയ്തു. 3 months ക്ലാസ്, അതായത് ഫസ്റ്റ് ബാച്ച് കഴിയുമ്പോഴേ ഞാൻ നിർത്തി പോകേണ്ടതാണ്. കാരണം ഞാൻ ഖത്തറിലാണ് മാം ജോലി ചെയ്യുന്നത്. എനിക്കപ്പം വലിയ ആവശ്യങ്ങളൊന്നും ഇല്ല. എന്നാലും അപ്പൊ ക്ലാസ് കഴിഞ്ഞപ്പം ഞാൻ നിർത്താമെന്ന് വിചാരിച്ചിരുന്നപ്പോ സണ്ണി സാർ പറഞ്ഞു, നിങ്ങൾ നിർത്തരുത്, നിങ്ങൾ കണ്ടിന്യൂ ചെയ്യണം. നിങ്ങൾക്ക് നിർത്താനൊക്കെ പല പ്രാവശ്യം തോന്നും, പക്ഷെ നിർത്തരുത്. അങ്ങനെ അടുത്ത ബാച്ചായി. അടുത്ത ബാച്ച് കഴിഞ്ഞ് എന്നാ പിന്നെ ചുമ്മാ എഴുതിയേക്കാം എന്ന് പറഞ്ഞ് പോയി എഴുതി. എന്നാണല്ലോ ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ കിട്ടി മാം. ഒത്തിരി താങ്ക്സ് ഉണ്ട് മാമിന്. മാം നല്ലൊരു മോട്ടിവേറ്റർ ആണ് കേട്ടോ. മാം മാത്രമല്ല സണ്ണി സാറും, അടിപൊളിയാണ് നിങ്ങൾ രണ്ടുപേരും. ഒത്തിരി താങ്ക്സ് എല്ലാവരോടും മാം. അതായത് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ കിട്ടുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണെന്ന് എനിക്കറിയാം. കിട്ടിയതിൽ ഒരുപാട് താങ്ക്സ് മാം. ദൈവത്തിന് നന്ദി. പിന്നെ മാമിനോടും മാമിന്റെ ടീമിനോടുമാണ് നന്ദി പറയാനുള്ളത്. ഒത്തിരി സന്തോഷം ജിൽന. യെസ്, ഡ്യൂട്ടിക്ക് ഇടയ്ക്ക് വന്ന് ഇത്രയും കാര്യം പറഞ്ഞു. അതല്ലേ, ആ ഹാർട്ട് ഇങ്ങനെ ഫില്ല് ചെയ്തിരിക്കുക. ഭയങ്കര ആ എക്സൈറ്റ്മെന്റ് എനിക്ക് മാറിയിട്ടില്ല. റിസൾട്ട് വന്നപ്പോ ഉള്ള ആ ഒരു ഇപ്പോഴും എന്റെ അടുത്ത് ഇവിടെ നീഡൂസ് പഠിച്ച ചേച്ചിമാരുണ്ട്. അപ്പൊ അവര് പറഞ്ഞു ഒരു 3 ദിവസം കഴിയുമ്പോഴേ അത് ശരിയാവുള്ളൂ. 3 ദിവസം വരെ നമ്മളിങ്ങനെ കുറച്ച് എയറിലായിരിക്കും, അത് കഴിയുമ്പോൾ അത് ശരിയായിക്കോളൂ എന്ന് പറഞ്ഞു. പേടിക്കണ്ട, ഒക്കെ ആയിക്കോളൂന്നല്ലേ. അയ്യോ കൊള്ളാം. മതി എന്ന് വിചാരിച്ച് നിർത്തിയിരുന്നെങ്കിൽ ഈ ഒരു ഫീല് കിട്ടുമായിരുന്നോ അല്ലേ? യെസ്. ഒരിക്കലില്ല മാം. എല്ലാരും ഒന്ന് എഴുതി നോക്കണം എന്നാണ് ഇപ്പൊ എനിക്ക് പറയാനുള്ളത്. എല്ലാവരും എഴുതണം. ഇതെല്ലാവർക്കും സാധിക്കണ കാര്യമാണ്. ഒത്തിരി സന്തോഷം. ഇതൊക്കെയാണ് ഏറ്റവും വലിയ ഇൻസ്പിറേഷൻ പുറത്തുള്ളവർക്ക് കേട്ടോ ജിൽന. ഒത്തിരി സന്തോഷം ജിൽന. യെസ്, വിൽ മൂവ് ഓൺ വിത്ത് അശ്വതി. അശ്വതി രതീഷ്. അശ്വതി കുറെ നേരമായിട്ട് നോക്കി എന്നെ വിളിക്കണില്ലല്ലോ. യെസ് അശ്വതി. മാം, എനിക്ക് എന്തോ പറയണമെന്ന് അറിയത്തില്ല മാം. ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ ഈ ദിവസത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു മാം, ഈ വിന്നേഴ്സ് മീറ്റിൽ കയറാൻ വേണ്ടിയിട്ട്. പിന്നെ മാം, ഞാൻ നീഡൂസ് അക്കാഡമിയെ കുറിച്ച് കേൾക്കുന്ന ഫേസ്ബുക്ക് പേജിൽ നിന്നാണ്. ഞാൻ മാമിന്റെ റൈറ്റിംഗ് ഡിപ്പിക്ഷൻ എന്നും കേൾക്കുമായിരുന്നു. നീഡൂസ് കയറുന്നതിന് മുന്നേ മാമിന്റെ ഡിപ്പിക്ഷൻ എല്ലാ ആഴ്ചയും ഞാൻ കേൾക്കുമായിരുന്നു. അതുമല്ല, നമ്മുടെ വിനോദ് സാറിന്റെ ക്ലാസ് റീഡിങ്ങിന്റെ ലൈവ് ക്ലാസ്സും എന്നും കാണുമായിരുന്നു മാം. അത് ഇൻസ്പയർ ആയിട്ടാണ് ഞാൻ നീഡൂസിൽ ജോയിൻ ചെയ്തത് മാം. ഞാൻ എന്റെ സെക്കൻഡ് അറ്റംപ്റ്റ് ആണ് മാം ഇത്. ഞാന് റീഡിങ് ലിസണിങ് എന്താണെന്ന് അറിയണമെങ്കിൽ നീഡൂസിൽ തന്നെ വരണം. മാമിന്റെ ക്ലാസ്സിൽ, മാമിന്റെ റൈറ്റിംഗിന്റെ ക്ലാസ്സിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുവായിരുന്നു. അതുമല്ല, നല്ല ഫ്ലെക്സിബിൾ ടൈമിംഗ് ആണ് മാം ഇവിടെ. നമുക്ക് എത്ര ഡ്യൂട്ടി, എത്ര ടയേർഡ് ആയാലും ഞാൻ ഒരു ക്ലാസ് പോലും മിസ് ചെയ്തിട്ടില്ല. ഭയങ്കര ഹാപ്പിയാണ് മാം. എല്ലാവരോടും താങ്ക്സ് മാം. താങ്ക് യു മാം. യെസ്, ഒത്തിരി കാര്യങ്ങൾ പറയാനുള്ളപ്പോ നമുക്ക് ഒന്നും അങ്ങോട്ട് പറയാൻ പറ്റില്ല അല്ലേ? പറയാൻ പറ്റുന്നില്ല. ഹാർഡ് വർക്ക് ചെയ്യാനുള്ള മനസ്സും വേണം. നല്ലൊരു അക്കാഡമി നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് നേടിയെടുക്കാം. എല്ലാവരും ഇതിനു വേണ്ടി ശ്രമിക്കണം. പിന്നെ നമ്മുടെ കൂടെ ഫുള്ള് സപ്പോർട്ട് ചെയ്ത് നിൽക്കാനുള്ള ഒരു ടീം ഉണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ഇത് നേടിയെടുക്കാൻ പറ്റുമോ? ഒത്തിരി സന്തോഷം. താങ്ക് യു സോ മച്ച് മാം. എല്ലാവരും അശ്വതിനെ പോലെ പാസ്സായി ഒരു വിന്നർ ആയിട്ട് ഇവിടെ എത്തട്ടെ. ഓക്കെ, താങ്ക് യു. ഗോഡ് ബ്ലെസ് യു ഡിയർ. യെസ്, വി വിൽ മൂവ് ഓൺ വിത്ത് ശ്രുതി. ശ്രുതി രാകേഷ്. എന്താ പറയേണ്ടതെന്ന് അറിയില്ല. എനിക്ക് ഒത്തിരി സന്തോഷം, ഒത്തിരി നന്ദി എല്ലാവർക്കും. നീഡൂസിലുള്ള എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട്. കാരണം ഞാനിത് റിസൾട്ട് വന്നപ്പോ പറഞ്ഞ പോലെ എക്സൈറ്റ്മെന്റില്, കാരണം 400 റീഡിങ് കണ്ടപ്പോ ഞാൻ ഇത് എന്റെ റിസൾട്ട് തന്നെയാണോ ഒന്നും കൂടി റീചെക്ക് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് വീണ്ടും നോക്കിക്കൊണ്ടിരുന്നതാണ്. അത് തന്നെ അല്ലേ, എന്റെ റിസൾട്ട് തന്നെ അല്ലേ എന്ന്, പേരൊന്നും കൂടെ ചെക്ക് ചെയ്യുമെന്ന് പറഞ്ഞിട്ട്. അത്രയും എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഒത്തിരി താങ്ക്സ് ഉണ്ട്, ഒത്തിരി. കാരണം ഡ്യൂട്ടിയുടെ ഇടയിൽ ആ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഒത്തിരി സ്ട്രഗിൾ ഉണ്ടായിരുന്നു. കാരണം ഞങ്ങൾ ഡേ സർജറി യൂണിറ്റിലായിരുന്നു. സ്റ്റാഫ് ഷോർട്ടേജ് ഉള്ള ടൈമിലായിരുന്നു ഞാൻ ക്ലാസ് അറ്റൻഡ് ചെയ്തത്. അപ്പോ ടൈം എക്സ്റ്റൻഷൻ ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ ക്ലാസ് അറ്റൻഡ് ചെയ്തു. അപ്പൊ ആ ഒരു സമയത്ത് ക്ലാസ് മിസ് ചെയ്യാണ്ട് കയറാൻ പറ്റുമെങ്കിൽ ബാക്കിയും ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് കിട്ടി. പിന്നീട് ഒത്തിരി നന്ദിയുണ്ട്. ഒത്തിരി സന്തോഷം ശ്രുതി. റീഡിങ്ങിന് 400 മേടിച്ച ആളാണ്. അഗൈൻ
ഒരുപാട് ഓക്കെ, പേര് അതെ. ഇപ്രാവശ്യം 400 മേടിച്ചവര് വന്ന് പറയുന്നുണ്ട്. ഒത്തിരി സന്തോഷം, ഒത്തിരി സന്തോഷം. ഈവൻ നമ്മൾ ആ എക്സാം ഹാളിൽ ഇരുന്നപ്പോ 12 മിനിറ്റിൽ എ പാർട്ട് തീർന്നു പോയപ്പോ എന്റെ എക്സാം കഴിഞ്ഞപ്പോ ഞാൻ പേപ്പർ നോക്കി, ഞാൻ എവിടെയും മിസ്സായോ, 12 മിനിറ്റിന് മുന്നേ എന്റെ തീർന്നു, എല്ലാം എ പാർട്ട് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. കാരണം ആ ട്രാക്കിലേക്ക് നമ്മൾ 12 മിനിറ്റിൽ വന്നു. ചെയ്യാൻ നമ്മള് ട്രാക്കിൽ എത്തിക്കഴിഞ്ഞു. അതുകൊണ്ട് കറക്റ്റ് അതും പേപ്പർ കൊടുക്കാൻ ഞാൻ റീചെക്ക് ചെയ്തിട്ട് വരെ പേപ്പർ കൊടുക്കാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. കാരണം ആ ഒരു ലാസ്റ്റ് മിനിറ്റ് ഹർബറി ഒന്നും ഇല്ലായിരുന്നു, ഉണ്ടായിരുന്നില്ല. യെസ്, പ്രാക്ടീസ് മേക്സ് പെർഫെക്റ്റ്. താങ്ക് യു സോ മച്ച്. ഒത്തിരി സന്തോഷം ശ്രുതി, ഒത്തിരി സന്തോഷം. യെസ്, ഗോഡ് ബ്ലെസ് യു. യെസ്, വിൽ മൂവ് ഓൺ വിത്ത് നിഷിത. യെസ് നിഷിത. എല്ലാവരും സ്റ്റോറി പോലെ ഡിഫറെന്റ് ഒരു സ്റ്റോറി തന്നെയാണ് മാം എന്റേതും. Okay. ഞാനും OET പഠിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. പഠിക്കണ്ടെന്ന് വിചാരിച്ചു, എന്നെ കൊണ്ട് പറ്റത്തില്ല എന്ന് വിചാരിച്ചിരിക്കുവായിരുന്നു. അപ്പൊ Okay. ഹസ്ബൻഡ് നീദൂസിൽ പഠിച്ചായിരുന്നു, ഹസ്ബൻഡ് ക്രാക്ക് ചെയ്തായിരുന്നു. Okay. അപ്പൊ എനിക്ക് പഠിച്ചേ പേരെന്തായിരുന്നു? പറ്റത്തുള്ളൂ. വിപിൻ ദാസ് എന്നാ പേര്, അവിടെ വിപിൻ. ആ, പഠിച്ചത്. ഓക്കെ ഓക്കെ ഓക്കെ, ആ ഫൈൻ. യാ. അപ്പൊ അപ്പൊ പിന്നെ എനിക്ക് ഹസ്ബൻഡ് പറഞ്ഞു നല്ല ക്ലാസ് ആണ്, അറ്റൻഡ് ചെയ്ത Okay. പറ്റുമെന്ന് പറഞ്ഞു. ഓക്കെ. അങ്ങനെ ഞാൻ ജോയിൻ ചെയ്തത്. എന്നെ കൊണ്ട് പറ്റത്തില്ല എന്ന് തന്നെ ചിന്തിച്ചുകൊണ്ടിരുന്നതായിരുന്നു. പക്ഷെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നല്ല ആ സ്ട്രക്ചർഡ് ആയിട്ടുള്ള ക്ലാസ് അത് വളരെ ഹെൽപ്പ് ചെയ്തു മാം. റീഡിംഗ് ആയിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ട മോഡ്യൂള്. അതിന്റെ മെയിൻ റീസൺ സ്കോർ കിട്ടത്തില്ലെങ്കിൽ എനിക്ക് ഇഷ്ടമായിരുന്നു റീഡിങ് ഹാബിറ്റ് ഒന്നും ഇല്ലായിരുന്നു. പക്ഷെ ഓക്കെ. വിനോദ് സാറ് നന്നായിട്ട് ഹെൽപ്പ് ചെയ്തു. പിന്നെ പിങ്കി മാമിന്റെ പേരും പറയാതിരിക്കാൻ പറ്റത്തില്ല. നല്ല എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് അതുകൊണ്ടാണ് റീഡിങ്. വെരി ഗുഡ്. അപ്പൊ എല്ലാവരുടെ അടുത്തും ഓരോരുത്തരുടെ പേര് പ്രത്യേകിച്ച് പറയുന്നില്ല, എല്ലാവരുടെ അടുത്തും ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച്. യെസ്, ഷൈനി മറിയം ബാബു. എന്ത് പറയണമെന്ന് അറിയില്ല മാം, ഭയങ്കര എക്സൈറ്റഡ് ആണ്. ആക്ച്വലി എന്റെ സിസ്റ്റർ ഇൻ ലോ സവിതയാണ് എന്നെ റെഫർ ചെയ്തത്. മാമിന് അറിയായിരിക്കും, സവിതയുടെ സിസ്റ്റർ ഇൻ ലോയാണ് ഞാന്. നിങ്ങൾ ഒരുമിച്ച് സൗദിയിലുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അതെ. ആക്ച്വലി ഞാൻ 2020 ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഡ്രോപ്പ് ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ എന്റെ അജണ്ടയിലെ ഈ പറഞ്ഞ എല്ലാരും പറഞ്ഞ പോലെ ഇല്ലായിരുന്നു. അപ്പൊ സവിത എന്നോട് പറഞ്ഞു, ചേച്ചി പഠിക്ക്. അപ്പൊ എനിക്ക് വീട്ടിൽ നിന്ന് കുറച്ച് ഫോഴ്സ് ആയി, പഠിക്കുന്നു. അപ്പൊ സവിതയാണ് എന്നോട് പറഞ്ഞത്, ചേച്ചി ചേരുവാണെങ്കിൽ നീതു മാമിന്റെ അടുത്ത് ചേർന്നാ മതി. അപ്പൊ എനിക്ക് അഡ്മിഷനും എല്ലാം സവിതയാണ് എനിക്ക് എടുത്തു തന്നത്. ഞാൻ ഹാപ്പിയാണ്, വളരെ ഹാപ്പിയാണ്. എനിക്ക് എല്ലാവരും ഈച്ച് ആൻഡ് എവരി വൺ, അനീഷ് സാറിനൊക്കെ എത്ര നന്ദി പറഞ്ഞാലും മതിയാവത്തില്ല. ഭയങ്കര താങ്ക്ഫുൾ ആണ് നീതൂസിന്റെ. ഭയങ്കര ഓൾറെഡി എന്റെ ഒരു ഫ്രണ്ട് എന്റെ കൂട്ടത്തിൽ നീതൂസിൽ ഞാൻ ഇപ്പൊ അവളോട് പറഞ്ഞു, അറ്റൻഡ് ചെയ്തു. 400 ഉണ്ട് അവൾക്കും സ്പീക്കിങ്ങിന്. ഒത്തിരി സന്തോഷം ഷൈനി, ഒത്തിരി സന്തോഷം. യെസ് ശ്രീചിത്ര. യെസ് മാം, ഞാൻ വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു. എനിക്ക് ടൈം ഓക്കെ, എനിക്ക് വിന്നേഴ്സ് മീറ്റിൽ ഇരുന്നിട്ട് വേണം സംസാരിക്കാൻ. നമ്മൾ ജോയിൻ ചെയ്യുമ്പോ തൊട്ട് നമ്മളിങ്ങനെ. പക്ഷെ എനിക്ക് ശ്രീചിത്രയുടെ ഫേസ് ഭയങ്കര ഫെമിലിയർ ആണ്. ഞാൻ ഒത്തിരി നോട്ടീസ് ചെയ്തിട്ടുള്ള ഒരു ഫേസ് ആണ്. 3 മന്ത് കോഴ്സിനാണ് ജോയിൻ ചെയ്തത്. ഇവിടെ പഠിച്ച ഒരു കുട്ടിയുടെ റിസൾട്ട് കണ്ട് അത് കണ്ടപ്പോ എനിക്ക് തോന്നി, ശരി എന്റെ കൂടെ പഠിച്ച ആളാണ്. ഞാൻ മലയാളം മീഡിയം പഠിച്ചതാണ്. അപ്പൊ സ്പീക്കിംഗ് ഒക്കെ ചെയ്യുമ്പോൾ ശരിയാവുമോ, നമുക്ക് ഒരാളോട് സംസാരിക്കാനുള്ള അത് കിട്ടുമോ എന്നൊക്കെ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ലാസ്റ്റ് എക്സാം കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴും ഞാൻ എന്റെ ട്യൂട്ടേഴ്സിനെ വിളിച്ച് പറഞ്ഞു, ഞാൻ സംസാരിച്ചത് ശരിയായില്ല, അവരെനിക്ക് കുറെ സമയം തന്നു, എന്നിട്ട് ഞാൻ സംസാരിച്ചത് ശരിയായില്ല. മാം പറഞ്ഞ പോലെ ഇങ്ങനെ എനിക്ക് തിരിച്ചു പറയാൻ പറ്റിയില്ല, അങ്ങനെ പറഞ്ഞില്ല, ഇങ്ങനെ പറഞ്ഞില്ല. അപ്പൊ ഞാൻ ഭയങ്കര കംപ്ലൈന്റ് ആയിരുന്നു. പക്ഷെ എനിക്ക് റിസൾട്ട് വന്നപ്പോ ഹസ്ബൻഡ് എനിക്ക് റിസൾട്ട് നോക്കി തന്നെ, എന്നിട്ട് പറഞ്ഞു ഇങ്ങനെ സ്കോർ വന്നപ്പോ, സത്യം പറ അത് എന്റെ പേര് തന്നെയാണോ ഒന്നും കൂടി റീചെക്ക് ചെയ്യുമെന്ന് പറഞ്ഞു. കാരണം എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഫുൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. എനിക്ക് അറിയില്ല എത്ര പറഞ്ഞാലും ആ സന്തോഷം മതിയാവില്ല. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് ശ്രീചിത്ര, ഒത്തിരി സന്തോഷം. വിൽ മൂവ് ഓൺ വിത്ത് ലയ. യെസ് ലയ. ഞാൻ 2022 തൊട്ട് OET ട്രൈ ചെയ്തോണ്ടിരിക്കുവാണ്. ഞാൻ എന്റെ 5th അറ്റംപ്റ്റാ. അപ്പൊ ഞാനാണെങ്കിൽ ഇതുകൂടി എഴുതി കഴിഞ്ഞിട്ട് ഒഴിവാക്കാൻ ഇരിക്കുവായിരുന്നു. അപ്പം ഹസ്ബൻഡ് എപ്പോഴും പറയും, കുഴപ്പമില്ല നീ എഴുതിക്കോ, ഞാൻ സൗദിയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഞങ്ങൾക്ക് ഒന്നിച്ച് നിൽക്കാനുള്ളത് കൊണ്ടാണ് ഞങ്ങൾ OET എഴുതാൻ വേണ്ടി ട്രൈ ചെയ്തത്. അങ്ങനെ ലാസ്റ്റ് എനിക്ക് കിട്ടി. മാമിന് ഒത്തിരി നന്ദി, നീദൂസ് അക്കാദമിക്ക് ഒത്തിരി നന്ദി. സംസാരിക്കും. ഒത്തിരി സന്തോഷം ലയ. നമുക്ക് ഒരുപാട് സന്തോഷം വരുമ്പോൾ നമുക്ക് പറയാൻ വാക്കുകൾക്ക് നമ്മൾ തപ്പും അല്ലെ. കറക്റ്റ്. ഇവിടെ ഇരിക്കുന്ന ഓരോ ആളുകൾക്കും ലയ എത്രമാത്രം ആ ഒരു കാര്യത്തിൽ എത്രയും ഇൻവോൾവ് ആണ് എന്ന് ഞങ്ങൾക്ക് എല്ലാം മനസ്സിലാകുന്നുണ്ട്. ഒരുപാട് സന്തോഷം. ഗോഡ് ബ്ലെസ് യു അബണ്ടന്റ്ലി. ഓക്കെ, ഇനി എത്രയും പെട്ടെന്ന് കാര്യങ്ങളെല്ലാം റെഡി ആവട്ടെ, എത്രയും പെട്ടെന്ന് നിങ്ങൾ ഒരുമിച്ചാവട്ടെ കേട്ടോ. താങ്ക് യു സോ മച്ച്. യെസ്, സോ വിൽ മൂവ് ഓൺ വിത്ത് മിന്നു. യെസ് മിന്നു. മാഡം, ഞാൻ ഫസ്റ്റ് ടൈം എഴുതുന്നേ, അപ്പൊ അതുകൊണ്ട് എനിക്ക് വലിയ ഐഡിയ ഇല്ലായിരുന്നു. പക്ഷെ ഞാൻ പേടിച്ചേക്കാളും
ഞാൻ പേടിച്ചു നന്നായിട്ട്. പക്ഷെ എനിക്ക് എന്തോ ദൈവാനുഗ്രഹം ഉണ്ടായിരുന്നു. ഫസ്റ്റ് നീതൂസിനോടാണ് ഏറ്റവും താങ്ക്സ്. കാരണം പ്രത്യേകിച്ച് റീഡിങ് എനിക്ക് ഭയങ്കര പാടായിരുന്നു. പക്ഷെ ഓക്കെ സാർ അതുമാതിരി ഞങ്ങളെല്ലാവരെയും ടൈം എടുത്ത് ട്രെയിൻ ചെയ്യിപ്പിച്ചായിരുന്നു. ഒത്തിരി താങ്ക്സ് ഓക്കെ ഉണ്ട്. പ്രത്യേകിച്ച് നീതു മാമിന്റെ ക്ലാസ് ഒക്കെ ഭയങ്കര രസമാണ് കേട്ടിരിക്കാനാണേലും. നമുക്ക് ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനും അറിയാനും പറ്റുന്നുണ്ട് അതിൻ്റെ കൂടെ. ഞങ്ങളുടെ എല്ലാവരും വിൻ ചെയ്യണമെന്ന് ഒരുപോലെ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന മാമിന് ഏറ്റവും ബിഗ് താങ്ക്സ്. ഒരുപാട് സന്തോഷം മിന്നു. മിന്നുവിന് 400 ആണ് സ്പീക്കിങ്ങിന്. ആ യെസ് അല്ലെ? ഫസ്റ്റ് ടൈം അഗൈൻ ഫസ്റ്റ് ടൈം എഴുതി ആ ഫസ്റ്റ് ടൈം തന്നെ 400 മേടിച്ചു. ഒത്തിരി സന്തോഷം മിന്നു. ഓക്കെ യെസ്. എന്നെ ഇന്നലെ ഒരു കുട്ടി വിളിച്ചു. അവള് 3 years മുമ്പ് UK പോയതാണ്. ഇന്നലെ അവൾ ഓസ്ട്രേലിയയിൽ എത്തി. അപ്പം അതായത് 3 വർഷം മുമ്പ് പാസ്സായി പോയ ഒരാളാണ്. അവിടുന്ന് ന്യൂസിലാൻഡ് വഴി ഇന്നലെ ഓസ്ട്രേലിയയിൽ എത്തി. ഇന്നലെ എന്നെ വിളിച്ചു. അപ്പം സ്റ്റിൽ ആ ഒരു ജേർണി കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക അല്ലെ? നമ്മുടെ ഒരു ഓപ്പർച്യൂണിറ്റിയും നമ്മുടെ ഒരു എന്താ പറയണ്ട ഒരു ഡിറ്റർമിനേഷനും ഒന്നും ഒരിക്കലും അവസാനിക്കുന്നില്ല. അതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ ആ ഒരു കോണ്ടാക്റ്റും ആ ഒരു ബോണ്ടും ഇനി ഈ ഫാമിലിയിൽ നിന്ന് ആരും ഇറങ്ങി പോകണില്ല. എല്ലാവരും ഈ ഒരു ഫാമിലിയുടെ പാർട്ടാ. അത് അങ്ങനെ തന്നെ ആയിരിക്കട്ടെ. സോ എനിക്ക് തോന്നുന്നു നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഒരുപാട് സന്തോഷം. ഇത്രയും നല്ലൊരു അല്ലെ? യെസ്, നാളെ വിഷു ആണ്. ഈ ഒരു വിഷുവിൽ ഇതിനേക്കാട്ടിലും നല്ലൊരു ഗിഫ്റ്റ് എനിക്ക് എന്റെ സ്റ്റുഡൻസിൽ നിന്ന് കിട്ടാനില്ല. ഇത്ര ബ്ലെസ്ഡ് ആണ് അല്ലെ? എപ്പോഴും പറയണ പോലെ ഐ എം ഇമ്മൻസ്ലി ബ്ലെസ്ഡ്. ഇവിടെ വരുന്ന എല്ലാവരും അങ്ങനെയാണ്. നിങ്ങളുടെ ഈ ഒരു പോസിറ്റീവ് എനർജിയാണ് ഈ ഒരു ഫാമിലിനെ ഓരോ ദിവസവും നമ്മളിങ്ങനെ മുന്നോട്ട് ഞങ്ങളെ ഇങ്ങനെ ഡ്രൈവ് ചെയ്യാനുള്ള ഒരു ഫ്യൂവൽ എന്ന് പറയുന്നത്. ഗോഡ് ബ്ലെസ് യു എവ്രി വൺ. ഇനിയുള്ള എല്ലാ പ്രോസസ്സിങ്ങിലും ഒപ്പം ഉണ്ടാവും. ഇത് നിങ്ങളുടെ ഫാമിലിയാണ്. കീപ് ഇൻ ടച്ച്. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു സോ മച്ച്.